അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗാർ സൗറിലെത്തുമ്പോഴേക്കും, അതായത് സൗർ പർവ്വതത്തിൻ്റെ ഉച്ചിയിലെത്തുമ്പോഴേക്കും വലിയ ക്ഷീണം അനുഭവിച്ചിരുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി 5 മൈൽ ദൂരമാണ് മക്കയിൽ നിന്ന് സൗർ പർവ്വതത്തിൻ്റെ പരിസരത്തേക്ക്. ഇത്രയും ദൂരം നടക്കുന്നത് പട്ടാപ്പകലല്ല, മറിച്ച് രാത്രിയിലാണ്. ഒരുപക്ഷെ പ്രഭാതം പൊട്ടിവിടരുന്നതിൻ്റെ മുമ്പായി അവർ സൗർ മേഖലയിൽ എത്തിയിട്ടുണ്ടാകും. അരണ്ട വെളിച്ചത്തിൽ, പൊതുവെ മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ തന്നെയും രാത്രിയാണെങ്കിൽ പോലും ഒരു തരം വെളിച്ചമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെളിച്ചം ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള വെളിച്ചമുണ്ടെങ്കിൽ തന്നെയും നടക്കുക വളരെ പ്രയാസമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. പൊതുവെ സൗദി അറേബ്യൻ മേഖലയിലെ പർവ്വതങ്ങളൊക്കെ തന്നെയും കല്ലു പർവ്വതങ്ങളാണ്. അതായത് മൂർച്ചയുള്ള ചെറുതും വലുതുമായ കല്ലുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു പ്രത്യേക പ്രകൃതമാണ് അവിടെയുള്ള പർവ്വതങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നടക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും രാത്രിയിൽ ശരിക്കും കാൽ വെക്കേണ്ട സ്ഥലം കാണാൻ കഴിയാത്ത ഒരു വഴിയിലൂടെ. പിന്നെ മറ്റൊരു കാര്യം, എന്തൊക്കെയാണെങ്കിലും ചെറിയ ഒരു ഭീതിയുണ്ട്. ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമെന്നോ തൻ്റെ ദൗത്യം പരാജയപ്പെടുമെന്നോ ഉള്ള ഭീതിയല്ല, മറിച്ച് കയ്യോടെ പിടികൂടിയാൽ തൽക്കാലത്തേക്ക് ഈ യാത്ര തടസ്സപ്പെട്ടേക്കാം. അതുകൊണ്ട് ഉള്ള ചെറിയ ഒരു വെപ്രാളവുമുണ്ട്. ഇതെല്ലാം കൂടി ആയതുകൊണ്ട് ഗാർ സൗറിൻ്റെ പരിസരത്തേക്ക് എത്തുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ എത്തി അതിൻ്റെ മുകളിലുള്ള അവർ കരുതിയ ആ ഗുഹയുടെ അടുത്തെത്തി. ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഒരു മിനിറ്റ്, ഞാൻ ആദ്യം കടക്കാം. കാരണം ഗുഹയിൽ എന്തെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ അറിയില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം ശരീരം കൊണ്ട് മഹാനായ പ്രവാചകന് വേണ്ടി വലിയ ത്യാഗം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അവരൊക്കെ അങ്ങനെയാണ്. മഹാനായ നബിയെ അവർ കേവലം ഞങ്ങളുടെ നേതാവ്, മുമ്പിൽ നിൽക്കുന്ന ആൾ എന്ന വികാരത്തോടു കൂടിയല്ല കണ്ടിട്ടുള്ളത്, മറിച്ച് ഞങ്ങളുടെ ജീവനേക്കാൾ വലിയത് എന്ന വികാരത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം പ്രവേശിച്ചു. എന്നിട്ട് അവിടെ എല്ലാം പരിശോധിച്ച് നോക്കി. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. അരണ്ട വെളിച്ചത്തിലാണെങ്കിലും അദ്ദേഹം അപകടങ്ങളൊന്നും പതിയിരിക്കുന്നില്ല എന്ന് കണ്ടു. സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഏതാനും ചെറിയ മാളങ്ങൾ കണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മലയുടെ പ്രകൃതം ചെറുതും വലുതുമായ കല്ലുകൾ കൂടിക്കിടക്കുന്ന പർവ്വതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ട ആ ദ്വാരങ്ങൾ അല്ലെങ്കിൽ മാളങ്ങൾ അതൊക്കെ അടച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തിന് മറ്റൊന്നും കിട്ടുമായിരുന്നില്ല. അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളോ സാമഗ്രികളോ ഒന്നുമില്ല. ഇതൊന്നും അവർ പ്രതീക്ഷിച്ചതുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം, ഇസാർ എന്നാണ് ഹദീസുകളിൽ പറയുന്നത്, അത് അരയുടുപ്പാണ്, നമ്മൾ സാധാരണ എടുക്കുന്ന തുണി, അതിൻ്റെ ഒരു ഭാഗം കീറിയിട്ട് ആ തുണിക്കഷ്ണം കൊണ്ട് ഏതാനും മാളങ്ങൾ അദ്ദേഹം അടച്ചു. പിന്നെയും 2 ബാക്കിയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം അവിടെ തൻ്റെ സ്വന്തം കാൽ വിരൽ വെച്ചു അടച്ചു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ കയറിക്കോളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി. നബിക്ക് ഇരിക്കാനൊന്നും കഴിയുമായിരുന്നില്ല, പരിക്ഷീണിതനായിരുന്നു. പിന്നെ തൗർ പർവ്വതം കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, അത് ഒരുപാട് ചെങ്കുത്തായ പർവ്വതമല്ലെങ്കിലും ഒരുപാട് നീണ്ട പർവ്വതമാണ്. അപ്പോൾ ഏകദേശം തൗർ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് തന്നെ 5 മൈൽ നടന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 മൈലോളം ഏറ്റവും കുറഞ്ഞത് കയറാൻ വേണ്ടി ദുർഘടമായ വഴിയിലൂടെ അവർ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ കയറിയതും നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിലേക്ക് ചാഞ്ഞു. അധികം വൈകാതെ നബി ഉറങ്ങിപ്പോയി. ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.